ഇന്ന് കുട്ടികൾക്കുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത്. രചനയും അവതരണവും മാഗ്ലിൻ ജാക്സൺ. മഞ്ചേരി മുക്കിലെ ചാക്കോച്ചന്റെ കൊച്ചു വീട്ടിലാണ് മുത്തുവിന്റെ താമസം. മുത്തു ഒരു കുഞ്ഞു പാവം തത്തയാണ്. അവൾക്ക് അച്ഛനും അമ്മയുമില്ല. ഒരു ദിവസം രാവിലെ ചാക്കോ മുത്തച്ഛന്റെ പറമ്പിൽ മുത്തു തീറ്റ തേടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് കൊതിയൻ മണിയൻ പൂച്ച അവിടെ എത്തിയത്. മുത്തു, നീ ഇങ്ങടുത്ത് വാ, ഒരു കൂട്ടം കാണിച്ചു തരാം, മണിയൻ പൂച്ച പറഞ്ഞു നിർത്തി. എന്ത് സൂത്രം? മണിയൻ പൂച്ചയെ മുത്തു സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് മണിയൻ പൂച്ച മുത്തുവിനെ നേരെ പാഞ്ഞെടുത്തു. മുത്തു പെട്ടെന്ന് പറന്ന് ഒരു മരക്കൊമ്പിലേക്ക് ചെന്നിരുന്നു. എന്നിട്ട് താഴേക്ക് നോക്കിയിട്ട് മണിയൻ പൂച്ചയെ പറ്റിച്ചേ എന്ന് പറഞ്ഞു കളിയാക്കി. എടി, നീ ഇന്ന് രക്ഷപ്പെട്ടു, എന്നെങ്കിലും നീ എൻ്റെ കയ്യിൽ കിട്ടും. അന്ന് നിന്റെ തൂവൽ മാത്രമേ ബാക്കി വയ്ക്കൂ, മണിയൻ പൂച്ച സങ്കടത്തോടെ പറഞ്ഞു. അടുത്ത ദിവസം മണിയൻ പൂച്ച ത്രേസ്യാമ്മ മുത്തശ്ശി മീൻ വെട്ടുന്നതും നോക്കിയിരിക്കുകയായിരുന്നു. മീനിന്റെ തലയെല്ലാം മുത്തശ്ശി മണിയൻ പൂച്ചയ്ക്ക് ഇട്ടുകൊടുത്തു. അതും തിന്നോണ്ടിരിക്കുന്ന സമയത്ത് മുത്തു തത്തമ്മ മണിയൻ പൂച്ചക്കരികിൽ വന്നിട്ട്, എന്താ ഏട്ടാ, സുഖം തന്നെയല്ലേ? പിന്നെ പറയാനുണ്ടോ? മണിയൻ പൂച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേട്ടാ, ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ചേട്ടനെ കണ്ടില്ല. കുറച്ചു മീൻ തലകളും കൊണ്ടാണ് വന്നത്. കഷ്ടമായി പോയി ചേട്ടനെ കാണാഞ്ഞത്. അവൾ പറഞ്ഞതൊന്നും മണിയൻ പൂച്ച കേട്ടില്ല. അവളെ എങ്ങനെ കെണിയിൽപ്പെടുത്തണമെന്നായിരുന്നു മണിയൻ പൂച്ചയുടെ മനസ്സിൽ. എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്, മണിയൻ പൂച്ച അക്ഷമയോടെ. വേഗം പറഞ്ഞു തുലക്ക്, മുത്തു പറയാൻ തുടങ്ങി. ചേട്ടാ, ദാ അവിടെ ഒരു പൊട്ടക്കുളമുണ്ട്. അതിൽ നിറയെ മീനുണ്ട്. ചേട്ടന് ആവശ്യമുള്ളത്രയും കഴിക്കാം. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ പോന്നാൽ മതി. ശരി, നാളെ പോകാം. എന്താ മുത്തു? ശരിയെന്ന് പറഞ്ഞ് മുത്തു പേരമരത്തിലേക്ക് പറന്നുപോയി. മണിയൻ പൂച്ച ആത്മഗതം ചെയ്തു. ഇതുവരെ ഞാൻ അവിടെ ഒരു കുളം കണ്ടിട്ടില്ല. കുളമുള്ളത് ഇനി അവൾ മുകളിൽ കൂടി പറന്നുപോയപ്പോൾ കണ്ടതാകാം. എന്തായാലും നാളെ ഒന്ന് പോയി നോക്കാം. അടുത്ത ദിവസം ചാക്കോ മുത്തശ്ശന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ മണിയൻ പൂച്ച എത്തി. മുത്തു വരുന്നതും നോക്കി ഇരിപ്പായി. ആ, ചേട്ടൻ നേരത്തെ തന്നെ എത്തിയോ? എനിക്ക് വീട്ടിൽ ഇത്തിരി ജോലി ഉണ്ടായിരുന്നു. വരൂ ചേട്ടാ. വളരെ സന്തോഷത്തോടെ മണിയൻ മുത്തുവിന്റെ കൂടെ പുറപ്പെട്ടു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ മുത്തു ഒരു കുളം കാണിച്ചിട്ട് പറഞ്ഞു, ദാ ആ കാണുന്നതാണ് കുളം. ചേട്ടൻ അതിലേക്ക് ചാടി മീനിനെയൊക്കെ കഴിക്കി. ഞാൻ പോയി ഒരു കയറ് കൊണ്ടുവരാം. കയറോ? അതെന്തിനാ? മണിയൻ പൂച്ച ചോദിച്ചു. ചേട്ടന് കുളത്തിൽ നിന്നും കയറി വരാനായി കയറിട്ട് തരാനാ. ശരി, ഞാൻ പോയിട്ട് വരാം. മണിയൻ പൂച്ച കുളത്തിലേക്ക് എടുത്തു ചാടി. അതിൽ മുള്ളും കുപ്പിച്ചിലും നിറഞ്ഞ കൂമ്പാരത്തിലേക്കാണ് മണിയൻ പൂച്ച ചെന്നു വീണത്. അവന്റെ ദേഹമെല്ലാം പൊട്ടി ചോര ഒഴുകി. വേദന കൊണ്ടവൻ പുളയുകയായിരുന്നു. മുത്തു തത്തമ്മ കുളത്തിന്റെ മുകളിൽ വട്ടമിട്ട് പറന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മയെയും സഹോദരിയെയും നീ നിഷ്കരണം കൊല ചെയ്തു തിന്നില്ലേ? എന്നെ അനാഥയാക്കിയില്ലേ? നീ അനുഭവിക്കേ. ഇനി നീ ആരെയും ഉപദ്രവിക്കരുത്. എത്ര പേര് നിന്നോട് കേണപേക്ഷിച്ചിട്ടുണ്ട് ഞങ്ങളെ കൊല്ലില്ലേ എന്നും പറഞ്ഞ്. നീ കേട്ടോ? ഈ കുളത്തിൽ കിടന്ന് അനുഭവിച്ചോളൂ എന്നും പറഞ്ഞ് മുത്തു തത്തമ്മ പറന്നുപോയി. കുട്ടികൾ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ പറയണേ. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും വരാം.